സൂറത്തുൽ അസ്റിൻ്റെ തഫ്സീർ ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. എന്താണത്? നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു കള്ളപ്രവാചകനായിരുന്നു മുസൈലിമ അൽ കദ്ദാബ്, മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമത്തുൽ കദ്ദാബ് ഈ കള്ളപ്രവാചകൻ നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി മുസൈലിമയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അമർ ഇബ്നുൽ ആസ് അന്ന് മുസ്ലിമല്ല. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമല്ല. മുസൈലിമ അൽ കദ്ദാബിൻ്റെ അരികിൽ ചെന്നു. അപ്പോൾ മുസൈലിമ ചോദിച്ചു, മാദാ ഉൻസില അലാ സാഹിബി. ഇമാം ഇബ്നു കസീർ പറയുകയാണ് ഖബല അൻ യുസ്ലിം, അമർ ഇബ്നുൽ ആസ് മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള സംഭവമാണ്. മുസൈലിമ അപ്പോൾ അമർ ഇബ്നുൽ ആസ് വന്നപ്പോൾ ചോദിച്ചു. മുസൈലിമയുടെ പ്രത്യേകത എന്താണ്? മുസൈലിമ പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നാണ്. ഞാനും അള്ളാഹുവിൻ്റെ റസൂലാണ്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാനും അള്ളാഹുവിൻ്റെ റസൂലാണ്. അതാണ് അവൻ്റെ വാദം. അങ്ങനെ പറഞ്ഞാലോ എന്താ അവൻ്റെ ഇസ്ലാമിക വീതി? അവൻ കാഫറാണ്. അവനിൽ വിശ്വസിക്കുന്നവരും കാഫറാണ്. അവന് ആൾ വിശ്വസിച്ച് അവൻ ഇസ്ലാമിൽ പുറത്താണ്. മുസൈലിമ പറഞ്ഞു, നിങ്ങളെ സാഹിബിന് മക്കയിൽ എന്താ ഇപ്പോൾ പുതിയ എന്താണ് അവതരിച്ചത്, വഹി എന്താണ് ഇറങ്ങിയത്? അപ്പോൾ അമർ ഇബ്നുൽ ആസ് പറഞ്ഞു, അമർ ഇബ്നുൽ ആസ് അന്ന് മുസ്ലിം ആയിട്ടില്ല. പക്ഷെ അമർ ഇബ്നുൽ ആസ് പറഞ്ഞു, ലഖദ് ഉൻസില അലൈഹി സൂറത്തുൻ വജീസത്തുൻ ബലീഗ. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സൂറത്ത്, പക്ഷേ വളരെ ആശയം തുളുമ്പുന്ന, അങ്ങേയറ്റം ആശയങ്ങൾ നിറഞ്ഞ മഹത്തരമായൊരു സൂറത്ത്, എന്നാൽ ചെറിയ സൂറത്ത് ഇറങ്ങി. ഫഖാല ഉമാഹി. മുസൈലിമ ചോദിച്ചു, എന്താണത്? അപ്പോൾ അമർ ഇബ്നുൽ ആസ് ഓതി കൊടുത്തു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മുസൈലിമ കള്ളപ്രവാചകനാണല്ലോ. മുസൈലിമ എന്ത് ചെയ്തു? ഫഫക്കറ സാഅ, കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചു, തല താഴ്ത്തിയിരുന്ന് ആലോചിച്ചു എന്നാണ്. എന്നിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, വഖദ് ഉൻസില അലയ്യ മിസ്ലുഹ, എനിക്കിപ്പോൾ അതേപോലെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മാഹു അമർ ഇബ്നുൽ ആസ് ചോദിച്ചു, എന്താ അത്? അപ്പോൾ പറഞ്ഞു, യാ വബർ, യാ വബർ ഇന്നമാ അൻത ഉദുനാനി വസദർ വസായിറുക ഹഖറും വനഖർ വഫഖർ. വബർ എന്ന് പറഞ്ഞാൽ ഒരു ജന്തുവിൻ്റെ പേരാണ്. ഇബ്നു കസീർ തന്നെ മറ്റൊരു സൂറത്തുൽ അസ്റിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് ദുവൈബത്തുൻ തുഷ്ബിഹുൽ ഹിർ, പൂച്ചയെ പോലുള്ള ഒരു ജന്തുവാണത്. അളമു ഷൈഇൻ ഫീഹി ഉദുന, അതിൻ്റെ ഏറ്റവും ശരീരത്തിൽ ഏറ്റവും വലുത് ചെവിയാണ്. ബാക്കിയൊക്കെ അതിൻ്റെ നെഞ്ചും ബാക്കി ഭാഗമൊക്കെ തീരെ കാണാൻ കൊള്ളാത്തൊരു ജന്തുവാണത്. അപ്പോൾ മുസൈലിമ പറയാണ്, യാ വബർ, യാ വബർ ലക്ക ഉദുനാനി വസദർ. വബർ, നിനക്കെന്തുണ്ട്? രണ്ട് ചെവിയുണ്ട്, അതുപോലെ ഒരു നെഞ്ചുമുണ്ട്. വസായിറുക ഹഖറുൻ ഫഖർ, ബാക്കിയൊക്കെ പറയാൻ കൊള്ളാത്ത ഭാഗമാണ്. എന്നിട്ട് മാത്രമല്ല, എന്നിട്ട് അമർ ഇബ്നുൽ ആസിനോട് ചോദിച്ചു എന്നാണ്, കൈഫ തറാ യാ അമർ, എങ്ങനെയുണ്ട് അമറെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയാണെങ്കിൽ ഇയാൾ എന്തിനാണ് ചോദിക്കണേ? അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം എന്താ? എങ്ങനെയുണ്ട്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല. അമർ ഇബ്നുൽ ആസ് ഇയാളോട് പറഞ്ഞു, വല്ലാഹി ഇന്നക ലതഅലമു അന്നീ ലഅലമു ഇന്നക തക്ദിബ്. അള്ളാഹു ആണ്, നിനക്കറിയാം എന്ത്, നീ കള്ളനാന്ന് എനിക്കറിയാം. മനസ്സിലായോ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ സംഭവം ഉദ്ധരിച്ച ശേഷം പറഞ്ഞു, فأراد مسيلم أن يركب من هذا الهذيان ما يعارض به القرآن. അവൻ്റെ ഈ ഒന്നിനും കൊള്ളാത്ത വാക്കുകൊണ്ട് ഖുർആനിനെ എതിരിടാനാണ് അവൻ ഉദ്ദേശിച്ചത്. ഫലം യർജ് ذلك على عابد الأوثان في ذلك الزمان. അക്കാലത്തൊരു ബിംബാരാധകനെ പോലും തൃപ്തിപ്പെടുത്താൻ അതുകൊണ്ട് പറ്റിയതുമില്ല. മനസ്സിലായി? അക്കാലത്തൊരു വഥനിനെ ആരാധിക്കുന്ന ആളാണ് അമർ ഇബ്നുൽ ആസ്. പക്ഷെ അയാൾ പോലും ഇത് പറഞ്ഞ് ഇത് ഖുർആൻ പോലെയാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അള്ളാഹുവിൻ്റെ കിതാബിന്, അവൻ്റെ ദീനിന്, അവൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളികളായി വന്നവരെല്ലാം നിന്ദതയുടെ പടുകുലിലായിട്ടുണ്ട്. ഏത് കാലത്തും ഈ ഖുർആനിനും സുന്നത്തിനും അള്ളാഹുവിൻ്റെ ദീനിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് എതിരിടാൻ ആര് വന്നു, നിന്ദത അവനെ മൂടിയിരിക്കും. ഏതു ഭാഗത്തൂടെയും അവൻ നിന്ദനായിരിക്കും. ഈ ദീനിനാണ് ഇസ്സത്തുള്ളത്. ഈ ദീനിൻ്റെ ആളുകൾക്കാണ് ഇസ്സത്ത്. വലില്ലാഹിൽ ഇസ്സത്ത് വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുഅ്മിനുകൾക്കുമാണ് ഇസ്സത്തുള്ളത്, പ്രതാപമുള്ളത്. അത് ഹക്കിൻ്റെ ഇസ്സത്താണ്, അള്ളാഹു നൽകുന്ന പ്രതാപമാണ്. മുനാഫിഖുകൾ അത് തിരിച്ചറിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി ജീവിച്ചു മരിക്കാൻ, ആ ഈമാനിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.